നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആവേശ പോരാട്ടത്തിന്റെ അവസാനം വിധികാത്ത ഇടുക്കിയും. വരുന്ന 13-നാണ് ഫലപ്രഖ്യാപനം. 2020-നെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവ്. 2020-ലെ പോളിംഗ് ശതമാനം 74.68%. ഇടുക്കി വട്ടവട പഞ്ചായത്തിൽ BJPയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. CPI നേതാക്കൾ BJP പ്രവർത്തകരെ ആക്രമിച്ചെന്നാരോപിച്ചാണ് BJP ഹർത്താൽ നടത്തിയത്. ശബരിമല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പുൽമേട് വഴിയുള്ള തീർത്ഥാടകർക്ക് മികച്ച ആശയവിനിമയ സൗകര്യമൊരുക്കാൻ BSNL താൽക്കാലിക ടവർ സ്ഥാപിക്കുന്നു. 5 ദിവസത്തേക്കാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. മൂന്നാർ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന കടുവയുടെ ആക്രമണത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവുമായി തോട്ടം തൊഴിലാളികൾ രംഗത്ത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കടുവകളെ കൂട് വെച്ച് പിടികൂടി മാറ്റുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. ആവേശ പോരാട്ടത്തിന്റെ അവസാനം വിധികാത്ത ഇടുക്കിയും. വരുന്ന 13-നാണ് ഫലപ്രഖ്യാപനം. 2020-നെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവ്. 2020-ലെ പോളിംഗ് ശതമാനം 74.68%. ഇത്തവണ പോളിംഗ് ശതമാനം 71.78%. ഒരു മാസം നീണ്ടുനിന്ന പ്രചാരണങ്ങൾക്കും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും ശേഷം വോട്ടെടുപ്പ് കഴിഞ്ഞ ഫലപ്രഖ്യാപനം കാത്തിരിക്കുകയാണ് ഇടുക്കിയും. 2020-ലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. 2020-ൽ 74.68% പോളിംഗ്. ഇത്തവണ ഇത് 71.78% കുറഞ്ഞു. ജില്ലയിലാകെ 9,12,113 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ വോട്ട് രേഖപ്പെടുത്തിയത് 6,54,684 പേരാണ്. 4,43,521 പുരുഷ വോട്ടർമാരിൽ 3,29,060 പേര് വോട്ട് രേഖപ്പെടുത്തി. 4,68,602 സ്ത്രീ വോട്ടർമാരിൽ 3,25,616 പേർ വോട്ട് രേഖപ്പെടുത്തി. ആകെയുള്ള 11 ട്രാൻസ് വോട്ടർമാരിൽ 8 പേരും വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 68.71% പോളിംഗ് രേഖപ്പെടുത്തി. ഇടമലക്കുടിയിൽ ആകെ 1,803 വോട്ടർമാരാണുള്ളത്. ഇതിൽ 1,239 പേർ വോട്ട് രേഖപ്പെടുത്തി. ആകെ 14 വാർഡുകളാണ് ഇടമലക്കുടി പഞ്ചായത്തിലുള്ളത്. പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായത് അനുകൂലമാകുമെന്ന അവകാശവാദമാണ് മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കുമുള്ളത്. എന്നാൽ ജനവിധി എന്താണെന്നറിയാൻ വരുന്ന 13-ാം തീയതി വരെ കാത്തിരിക്കണം. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, പോളിംഗ് ശതമാനത്തിലെ കുറവ് മുന്നണികളും സ്ഥാനാർത്ഥികളും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വിഷ്ണുപ്രിയ, തീർച്ചയായിട്ടും 2020-ലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ശതമാനം കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 74.68% 2020-ൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ രേഖപ്പെടുത്തിയിരുന്ന പോളിംഗ് എന്ന് പറയുന്നത്. എന്നാൽ അത് ഇത്തവണയിലേക്ക് എത്തുമ്പോൾ 71.78 എന്ന ഒരു ചെറിയ ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് വളരെയധികം ദീർഘവീക്ഷണത്തോ ഇല്ലെങ്കിൽ അതിനെ വളരെ കാര്യമായി തന്നെ മുന്നണികൾ സമീപിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും തങ്ങളുടെ എല്ലാ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു അവകാശവാദമാണ് എല്ലാ മുന്നണികളും മുന്നോട്ട് വെക്കുന്നത്. അതായത് LDF-ൻ്റെതായാലും UDF-ൻ്റെതായാലും NDA-യുടേതായാലും എല്ലാ വോട്ടുകളും തങ്ങളുടേതായിട്ടുള്ള വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ വിജയ പ്രതീക്ഷ അവർ പങ്കുവെക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും 13-ാം തീയതിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലായിടത്തും തന്നെ ആ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഗ്രാമപഞ്ചായത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും നഗരസഭകളിലേക്കായാലും എടുത്തു നോക്കിയാൽ ആ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് ആകെ മൊത്തത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുന്നോടിയായിട്ട് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ UDF-ന് കഴിയണം എന്നുള്ളതാണ് UDF-ൻ്റെ KPCC അടക്കമുള്ളവരുടെ നിർദ്ദേശമുണ്ടായിട്ടുള്ളത്. കാരണം അത് നിയമസഭയിലേക്കുള്ള ഒരു ചാൻസാണ്, ഇല്ലെങ്കിൽ ഒരു ചവിട്ടുപടിയായി KPCC കോൺഗ്രസും UDF-ഉം അതിനെ കാണുന്നു എന്നുള്ളതാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന്
ഈ കഴിഞ്ഞ 10 വർഷക്കാലം 2 ടേമുകളിലായിട്ട് പിണറായി സർക്കാർ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയ്ക്കായിട്ട് വീണ്ടും മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന ഉറച്ച പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അതിലേക്കുള്ള ചവിട്ടുപടിയായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം കണ്ടിരിക്കുന്നത്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഇടതുപക്ഷം അത് കാലേക്കൂട്ടി കാണുകയും പ്രചാരണ രംഗത്ത് നേരത്തെ തന്നെ എത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. BJP-യെ NDA സംബന്ധിച്ചിടത്തോളം ഇത്തവണ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയേണ്ടതുണ്ട്. അതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കും എന്നുള്ള തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 മുന്നണികളെ സംബന്ധിച്ചും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും അത്തരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ, വിലയിരുത്തലുകൾ നടത്തുമ്പോൾ എല്ലാവരും ഒരേ അവകാശവാദം തന്നെയാണ് ഉന്നയിക്കുന്നത്. കൃത്യമായിട്ടുള്ള തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ മുന്നേറ്റം ഇല്ലെങ്കിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഈ 3 മുന്നണികളും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളും പങ്കുവെക്കുന്നത്. എന്തായിരുന്നാലും 13-ാം തീയതി ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൻ്റെ ഒരു അന്തിമ വിധി, ജനവിധി എന്ത് എന്നറിയാൻ 13-ാം തീയതി വരെ കാത്തിരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. വിഷ്ണുപ്രിയ. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജാക്കാട്. ഇടുക്കി വട്ടവട പഞ്ചായത്തിൽ BJP-യുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. വട്ടവട പഞ്ചായത്തിലെ 3-ാം വാർഡ് കടവരിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ CPI നേതാക്കൾ BJP പ്രവർത്തകരെ ആക്രമിച്ചെന്നും സ്ത്രീകളെ അസഭ്യം പറഞ്ഞെന്നും ആരോപിച്ചാണ് BJP പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. BJP പ്രവർത്തകരെ ആക്രമിക്കുകയും സ്ത്രീകളെ അസഭ്യം പറയുകയും ചെയ്ത മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPI നേതാവുമായ രാമരാജ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആരോപിച്ചാണ് BJP പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. 3-ാം വാർഡിൽ നിന്നും നോമിനേഷൻ നൽകിയ BJP സ്ഥാനാർത്ഥിയെ പിന്തുണച്ചയാള് കുടുംബമായി വോട്ട് രേഖപ്പെടുത്താനെത്തിയപ്പോൾ CPI നേതാക്കൾ ആക്രമിച്ചെന്നും സ്ത്രീകളോട് അസഭ്യം പറഞ്ഞെന്നുമാണ് BJP-യുടെ പരാതി. വട്ടവട ഗ്രാമപഞ്ചായത്തിലെ അതിർത്തി വാർഡായ കടവരിയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എതിരില്ലാതെ CPIM പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന CPIM പ്രവർത്തകർ കൂട്ടത്തോടെ CPI-യിലേക്ക് ചേക്കേറി. ഇത്തവണയും എതിരില്ലാതെ തെരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു CPI. എന്നാൽ അപ്രതീക്ഷിതമായി BJP സ്ഥാനാർത്ഥി എത്തിയതാണ് CPI നേതാക്കളെ ചൊടിപ്പിച്ചതെന്നും ഇതാണ് ആക്രമണത്തിന് പിന്നിലെന്നും BJP നേതൃത്വം ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ നടത്തിയത്. CPI നേതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് BJP-യുടെ തീരുമാനം. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കിയിൽ UDF മികച്ച വിജയം നേടുമെന്ന DCC പ്രസിഡന്റ് CP മാത്യു. ജില്ലാ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കും. കട്ടപ്പന, തൊടുപുഴ നഗരസഭകളിൽ ഭരണ തുടർച്ച ഉണ്ടാകും. യുവാക്കൾ വിദേശത്ത് പോയതാണ് വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമെന്നും CP മാത്യു തൊടുപുഴയിൽ പറഞ്ഞു. പോളിംഗിന്റെ കുറവ് പുതിയ തലമുറ മിക്കവാറും എല്ലാവരും തന്നെ വിദേശത്താണ്. അതാണ് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായ പ്രധാനപ്പെട്ട കാരണം. അതാണ് ജില്ലാ പഞ്ചായത്ത്, ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കും. 8 ബ്ലോക്ക് പഞ്ചായത്തുകളും ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കും. പഞ്ചായത്ത് തലത്തിൽ 3/2 ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അത് 39 എന്നുള്ളതിൽ 40 ആകാം. പഞ്ചായത്തുകൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റുമാരുണ്ടാവും. മുനിസിപ്പാലിറ്റികൾ 2 നിലവിൽ ഐക്യജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ആ 2 മുനിസിപ്പാലിറ്റികളും തൊടുപുഴയും കട്ടപ്പനയും ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കും. ഗവൺമെന്റിന് എതിരെയുള്ള ജനങ്ങളുടെ ഒടുങ്ങാത്ത പ്രതിഷേധം, ജില്ലാ പഞ്ചായത്തിന്റെ അഴിമതിയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ വാർഡുകളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ജനങ്ങളുടെ വികാരം അതാണ്. ജനങ്ങളുടെ വികാരത്തിന് അനുസരിച്ചുള്ള ഒരു ഭരണം സൃഷ്ടിച്ചെടുക്കാൻ ജില്ലയിലെ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും ഞങ്ങൾ പരിശ്രമിക്കും. കാണാം ശരണമന്ത്രം. ശബരിമല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പുൽമേട് വഴിയുള്ള തീർത്ഥാടകർക്ക് മികച്ച ആശയവിനിമയ സൗകര്യമൊരുക്കാൻ BSNL താൽക്കാലിക ടവർ സ്ഥാപിക്കുന്നു. മകരവിളക്ക് ദർശനത്തിനായി 10,000 തടിച്ചുകൂടുന്ന പുൽമേട്ടിൽ ഭക്തജനനിരക്ക് കണക്കിലെടുത്ത 5 ദിവസത്തേക്കാണ് ഈ അധിക സംവിധാനം ഏർപ്പെടുത്തുന്നത്.
ദുർഘടമായ പുല്ലുമേട് പരമ്പരാഗത തീർത്ഥാടന പാതയിൽ ഫൈബർ കേബിളുകൾ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് മൈക്രോവേവ് സംവിധാനം ഉപയോഗിച്ചാണ് ഇവിടെ നെറ്റ്വർക്ക് ലഭ്യമാക്കുക. നിലവിൽ പാണ്ടിത്താവളത്തെ എക്സ്ചേഞ്ചിൽ നിന്നുള്ള 2 4G യൂണിറ്റുകളാണ് പുൽമേട് മേഖലയിൽ കവറേജ് നൽകുന്നത്. ചിത്രം മുതൽ ഓടംപ്ലാവ് വരെയുള്ള പരമ്പരാഗത പാതയിൽ 80% ഭാഗങ്ങളിലും 3G, 2G സേവനങ്ങൾ ലഭ്യമാണെന്നും ഓടംപ്ലാവ് മുതൽ 4G ലഭ്യമാണെന്നും സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന BSNL വൃത്തങ്ങൾ വ്യക്തമാക്കി. നമുക്ക് നിലവിൽ 2 4G സൈറ്റുകളാണ് ശബരിമല ടെലഫോൺ എക്സ്ചേഞ്ച് പാണ്ടിത്താവളത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കിപ്പം അങ്ങോട്ട് മുന്നോട്ട് സത്രം റൂട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത് ഉരക്കുഴി തീർത്ഥം, രണ്ടാമത് ഓടംപ്ലാവ്. ഈ ഓടംപ്ലാവ് വരെയുള്ള സ്ഥലത്ത് 100% നമുക്ക് BSNLൻ്റെ 4G സേവനം ലഭ്യമാണ്. പിന്നെ സത്രത്തിലും ഒരു 80% വരെ സത്രം വരെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സേവനം 2G, 3G, 4G സേവനങ്ങൾ ലഭ്യമാവുന്നുണ്ട്. പത്തനംതിട്ട മുതൽ സന്നിധാനം വരെ 27ഓളം 4G സെറ്റുകളും അതിവേഗ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയുമാണ് അയ്യപ്പ ഭക്തർക്കായി ഇത്തവണ BSNL സജ്ജീകരിച്ചിട്ടുള്ളത്. സിറ്റി വിഷൻ, സന്നിധാനം. ശബരിമലയിലെ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് കഴിവതും ഒഴിവാക്കണമെന്ന് ഭക്തരോട് അഭ്യർത്ഥിച്ച വനം വകുപ്പ്. പ്രദേശത്ത് വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലും അപകടങ്ങൾ വർദ്ധിക്കുന്നതിനാലും സന്നിധാനം സ്പെഷ്യൽ ഡ്യൂട്ടി റേഞ്ച് ഓഫീസർ അരവിന്ദ് ബാലകൃഷ്ണനാണ് ഭക്തർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകരിൽ പലരും ഉരക്കുഴി തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച ശേഷമാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. പാണ്ടിത്താവളത്ത് നിന്നും 400 മീറ്റർ താഴെ മാത്രം അകലത്തിലാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തന്നെ പ്രവേശനത്തിന് നിയന്ത്രണമുള്ള പ്രദേശമാണിതെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു. ഉരക്കുഴി ഭാഗത്തേക്ക് ഭക്തർ കടന്നുപോയി അപകടങ്ങൾ വരുന്നത് ഇപ്പോൾ സ്ഥിരമായിരിക്കുകയാണ്. എല്ലാ ദിവസവും സന്ധ്യാസമയമാകുമ്പോഴേക്കും ആനകൾ കൂട്ടത്തോടെ കുട്ടികളടക്കം ഈ ഭാഗത്തേക്ക് ഇറങ്ങാറുണ്ട്. കഴിയുന്നതും ഭക്തർ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും വനം വകുപ്പ് വ്യക്തമാക്കി. ഉരക്കുഴി ഭാഗത്തെ നമുക്കൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഭക്തർ കടന്നുപോയി അപകടങ്ങൾ വരുന്നത് ഇപ്പോൾ സ്ഥിരമായിരിക്കുകയാണ്. കൂടാതെ ആ മേഖല വന്യജീവി ആക്രമണം നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. എല്ലാ ദിവസവും സന്ധ്യാസമയമാകുമ്പോഴത്തേക്കും ആനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നുണ്ട്, കുട്ടിയടക്കം ഇറങ്ങുന്നുണ്ട്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. കഴിയുന്നതും ഭക്തർ അങ്ങോട്ട് കടന്നു പോകാതിരിക്കുക. ആ പോകുന്ന വഴി തന്നെ ഒരു ചരിവും വളരെയധികം വഴുക്കലുള്ള രീതിയിലുമാണ് കിടക്കുന്നത്. ആളുകൾ വീണ് കഴിഞ്ഞാൽ വളരെയധികം പരിക്ക് പറ്റാനുള്ള ഒരു സാധ്യതയും ആ മേഖലയിലുണ്ട്. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി ചെരിഞ്ഞതും വഴുക്കലുള്ളതുമാണ്. ആളുകൾ വീണു കഴിഞ്ഞാൽ ഗുരുതരമായി പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും നിർദ്ദേശം പാലിച്ച് എല്ലാവരും സഹകരിക്കണമെന്നും അരവിന്ദ് ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. സിറ്റി വിഷൻ, സന്നിധാനം. ഇനി ചെറിയൊരിടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാർ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന കടുവയുടെ ആക്രമണത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവുമായി തോട്ടം തൊഴിലാളികൾ രംഗത്ത്. വളർത്തുമൃഗങ്ങളെ നഷ്ടമാകുന്ന ഉടമയ്ക്ക് വനം വകുപ്പ് നൽകുന്നത് തുച്ഛമായ തുകയാണെന്നും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കടുവകളെ കൂടുവെച്ച് പിടികൂടി മാറ്റുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് തോട്ടം തൊഴിലാളികളുടെ ആവശ്യം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മൂന്നാറിന്റെ വിവിധ തോട്ടം മേഖലകളിൽ കടുവയുടെ ആക്രമണം രൂക്ഷമാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 200-ലധികം വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നു ഭക്ഷിച്ചത്. തോട്ടം തൊഴിലാളികളുടെ ഉപജീവനമാർഗം കൂടിയായ വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ചു കൊന്നാൽ ലഭിക്കുന്നതാകട്ടെ തുച്ഛമായ നഷ്ടപരിഹാരവും. 1 ലക്ഷം രൂപ വരെ വില വരുന്ന കറവ പശുക്കളെ കടുവ കൊന്നു ഭക്ഷിച്ച സാഹചര്യവും ഉണ്ടായിരുന്നു. കടുവയുടെ ആക്രമണം രൂക്ഷമായതോടെ നിരവധി തൊഴിലാളികൾ പശു വളർത്തൽ അവസാനിപ്പിച്ച ക്ഷീരമേഖലയിൽ നിന്നും പിൻവാങ്ങിയ സാഹചര്യവുമുണ്ട്. കടുവ പശുക്കളെ ആക്രമിച്ചാൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുന്നു എന്ന് വരുത്തി തീർക്കുക മാത്രമാണ്. കടുവയെ കൂടുവെച്ച് പിടികൂടുന്നതിന് നടപടി സ്വീകരിക്കണമെന്നുമാണ് തോട്ടം തൊഴിലാളികളുടെ ആവശ്യം. நாக்காட்டில் பார்த்தீங்கன்னா முந்தா நாள் ஒரு புளி அடித்து மாடை கொண்டுருச்சு. ஏன்னா அந்த வாழ்வாதாரம் வந்துட்டு அந்த குடும்பத்துக்கு படிக்க செலவுக்கு உள்ள காசு அந்த பால் கொடுத்து தான் அவங்க செஞ்சுக்கிட்டு இருக்காங்க. இது பார்த்தீங்கன்னா நம்ம ஃபாரஸ்ட்காரங்கள்ட்ட சொன்னாலுமேவும் பெருசாக எடுத்துக்க மாட்டேன்றாங்க. யானை வந்தாலும் சரி, புலி வந்தாலும் சரி, இதை பிடிக்கிறதுக்கு இதுவரை ஆச்சுட்டு ஒரு நடவடிக்கை எடுக்கல. நம்ம எத்தனையோ அதிகாரிக்கு நம்ம கம்ப்ளைண்ட்டும் கொடுத்துருக்கோம், எல்லாம் செஞ்சுருக்கோம். நம்ம இதை வந்து பாதிக்கப்படுறது பார்த்தீங்கன்னா இந்த போன மாதத்தில் மட்டும் ஒரு 10 மாடு அடிச்சிருக்கு. காப்பி ஸ்டோரு, நம்ம சிட்டிவார, செண்டுவார, லட்சுமி, ஏகப்பட்ட மாடு அடிச்சு கொண்டிருக்கு. இதுவரையாയിട്ട് ஒரு நடவடிக்கை இல்லை. இது என்னன்னா துச்ச தொகை கொடுக்குறாங்க. ஏன்னா ஒரு 50,000 ரூபா கொடுக்குறாங்க. ஆனால் ஒரு மாட்டுக்குள்ள வருமானம் வந்துட்டு ஒரு வருஷத்துக்கு வந்துட்டு 2 லட்சம் ரூபாய்க்குள்ள வருமானம் இந்த மாட்டுக்கு இருக்குது. മൂന്നാർ, ലക്ഷ്മി, ലാക്കാട്, ദേവികുളം, നയമക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ അടിക്കടി കടുവയുടെ ആക്രമണം പെരുകി വരുന്ന സാഹചര്യമുണ്ട്. കടുവയെ പേടിച്ച് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നും തൊഴിലാളികൾ പറയുന്നു. കടുവയ്ക്കൊപ്പം കാട്ടാന, കാട്ടുപോത്ത്, കുരങ്ങ്, പുലി, കാട്ടുപന്നി എന്നിവയുടെ ശല്യവും മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളിലും രൂക്ഷമാണ്. സിറ്റി വിഷൻ, മൂന്നാർ. കേരനിരകൾ നിറഞ്ഞ കാർഷിക പെരുമ. പച്ചപ്പിൽ കണ്ണെത്താത്ത ദൂരം നെൽവയലുകൾ, എങ്ങും ഹരിതാഭമായ ഗ്രാമഭംഗി. വരണ്ട ഭൂമികളായിരുന്ന തമിഴ്നാടൻ ഗ്രാമങ്ങളിലെ ഇന്നത്തെ കാഴ്ചയാണിത്. കേരളത്തിന്റെ പെരുമ നിലനിർത്തുന്ന കാഴ്ചകൾ കാണണമെങ്കിൽ തമിഴ്നാട്ടിലെ കാർഷിക ഗ്രാമങ്ങളിലെത്തണം. എന്നും അഭിമാനത്തോടെ കാർഷിക പെരുമ പറയുന്ന കേരളത്തിലെ ആ കാർഷിക സമൃദ്ധി തമിഴ്നാട്ടിലെ നേർക്കാഴ്ചയായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഗ്രാമഭംഗിയിൽ ഇന്ന് കേരനിരകളില്ല, പച്ചപുതച്ച നെൽപ്പാടങ്ങളില്ല. പകരം തരിശു നിലങ്ങളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും കാടുപടർപ്പുകളും നിറഞ്ഞ കാർഷിക നിലങ്ങളും മാത്രം. കാർഷിക പുനരുദ്ധാരണ പദ്ധതികളും കർഷക ഉന്നമന സംഘങ്ങളും നിരവധിയുണ്ടെങ്കിലും ഇതെല്ലാം കോടികൾ കൈക്കലാക്കാനുള്ള വഴികൾ മാത്രം. കാർഷിക ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ തമിഴ്നാട്ടിനെ ആശ്രയിക്കേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിൽ. അന്യസംസ്ഥാനങ്ങളിലെ കാർഷിക സമൃദ്ധിയിൽ അന്നം മുട്ടാതെ കേരളം മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലാകട്ടെ സർക്കാർ നടപ്പിലാക്കിയ ഏതെങ്കിലും പദ്ധതി പാതിഘട്ടത്തിൽ പോലും എത്തിക്കുവാൻ കഴിഞ്ഞെന്ന് അധികൃതർക്ക് അവകാശപ്പെടാനും കഴിയില്ല. ഓരോ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും ഇതിന്റെ നടത്തിപ്പിനായി പിൻവാതിൽ നിയമനവും താൽക്കാലിക നിയമനവും വഴി ലക്ഷങ്ങൾ സർക്കാരിന് അധിക ബാധ്യത മാത്രമാകുന്നു. യഥാർത്ഥ കർഷകരിലേക്ക് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പ്രയോജനം എത്തുന്നില്ല എന്നതും യാഥാർത്ഥ്യം. എന്നാൽ തമിഴ്നാട്ടിലെ സ്ഥിതി നേരെ മറിച്ചാണ്. അത്യുഷ്ണവും ജലക്ഷാമവും മൂലം ഒരു കാലത്ത് ഉണങ്ങി വരേണ്ട തമിഴ്നാടൻ ഗ്രാമങ്ങൾ സർക്കാരിന്റെ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനം മൂലം കാർഷിക സമൃദ്ധിയിൽ മുന്നേറുകയാണ്. വിത്തു മുതൽ വിപണനം വരെയുള്ള സർക്കാരിന്റെ ആസൂത്രണമാണ് ഈ കാർഷിക പെരുമയ്ക്ക് കാതലായ മാറ്റമുണ്ടായത്. കേരളം നിസ്സാരമായി കാണുന്ന പുഷ്പകൃഷിക്ക് പോലും ലക്ഷങ്ങൾ തമിഴ്നാട്ടിൽ കർഷകർക്ക് നൽകുന്നുണ്ട്. കറിവേപ്പില മുതൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിന് തമിഴ്നാട് സർക്കാർ പ്രോത്സാഹനവും നൽകി വരുന്നു. കേരളത്തിലാകട്ടെ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ മാത്രമായി കാർഷിക മുന്നേറ്റം വഴിമുട്ടുന്ന സാഹചര്യവും. സിറ്റി വിഷൻ, തേനി.
നവജീവൻ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് ക്ലിനിക് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന സ്ഥാപനം തോപ്രാംകുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തോപ്രാംകുടി സെന്റ് മേരി ഗരോത്തി പള്ളി വികാരി ഫാദർ മാത്യു പുതുപ്പറമ്പിൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. വാത്തുക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. PK വിജയൻ, സന്തോഷ് തെക്കൽ, ശീതൾ എൽദോസ്, KV ആന്റണി കൊച്ചപ്പള്ളി, ബ്രിനിത റോജൻ, മിനി സജി, ഡോക്ടർ നവമി സുശീൽ, സബിത KK, അഡ്വക്കേറ്റ് KB സെൽവം എന്നിവരും വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,945 രൂപ, പവന് 95,560 രൂപ, വെള്ളി ഗ്രാമിന് 207 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആവേശ പോരാട്ടത്തിന്റെ അവസാനം വിധികാത്ത ഇടുക്കിയും. വരുന്ന 13-നാണ് ഫലപ്രഖ്യാപനം. 2020-നെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവ്. 2020-ലെ പോളിംഗ് ശതമാനം 74.68%. ഇടുക്കി വട്ടവട പഞ്ചായത്തിൽ BJPയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. CPI നേതാക്കൾ BJP പ്രവർത്തകരെ ആക്രമിച്ചെന്നാരോപിച്ചാണ് BJP ഹർത്താൽ നടത്തിയത്. ശബരിമല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പുൽമേട് വഴിയുള്ള തീർത്ഥാടകർക്ക് മികച്ച ആശയവിനിമയ സൗകര്യമൊരുക്കാൻ BSNL താൽക്കാലിക ടവർ സ്ഥാപിക്കുന്നു. 5 ദിവസത്തേക്കാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. മൂന്നാർ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന കടുവയുടെ ആക്രമണത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവുമായി തോട്ടം തൊഴിലാളികൾ രംഗത്ത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കടുവകളെ കൂടുവെച്ച് പിടികൂടി മാറ്റുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.